ക്ഷാമക്കാല ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ വക ഒരു ചിക്കൻ കറിയാണ്. കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് അടിച്ചു പൊളിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക, കമൻ്റ് അടിക്കുക. എന്തെങ്കിലും കമൻ്റ് അടിക്കുന്നത് കൊള്ളില്ല, നിങ്ങൾക്ക് കൊള്ളില്ല എന്ന് പറ, അറിയാലോ നമുക്ക് എവിടെ ഇമ്പ്രൂവ് ചെയ്യണമെന്നും കൂടി പറ. ഓക്കെ, വീണ്ടും വെള്ളിയാഴ്ചയായി. അപ്പോൾ നമ്മളിന്ന് ഒരു ചിക്കൻ കറി വയ്ക്കാന്നുള്ള ഉദ്ദേശത്തിലാണ്. ചെറുതായിട്ടുള്ള കുറച്ച് കാര്യമായിട്ട് ചിക്കൻ ഉണ്ട്. 2 കിലോളം ചിക്കൻ മേടിച്ചിട്ടുണ്ട്, 2 പാക്കറ്റ് അൽമറയിലെ. അപ്പോൾ ചിക്കൻ കഴുകി ഒരു 4 ചെറിയ സവോള അരിഞ്ഞിട്ട്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പിലൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. നാളികേരം പാല് പിഴിയാനായിട്ട് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഞാൻ കയറ്റിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ മുളകും മല്ലി വറക്കാൻ പോവാണ്. ഓക്കെ, ജസ്റ്റ് ചെറു ചൂടായി ഉടനുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇടാണ്. ഒരു എല്ലാം വിളിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാനൊരു 3-3.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 2 ചിക്കൻ ഉണ്ടല്ലോ, കുറച്ച് ഇല്ലാന്നുണ്ടെങ്കിൽ അവസാനം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കയറ്റാം. ലാസ്റ്റ് യൂഷ്വൽ നമ്മൾ പറഞ്ഞ ഒരു മല്ലിപ്പൊടി നമ്മൾ ഫ്രിഡ്ജിലാണ് വെച്ചത്. ഒരു 3 സ്പൂൺ മുളക് പൊടിയും ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കണം. ചൂടാക്കാന്ന് പറഞ്ഞാൽ ഒന്ന് കറക്കുന്ന വരെ ചൂടാക്കണം. കൂടാതെ ഞാനൊരിത്തിരി ഗരം മസാല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞ്, അപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാല ലുലുന്ന് മേടിച്ചിട്ടുണ്ട്. ഞാൻ അറിഞ്ഞുകൂടാ അതിൻ്റെ ടേസ്റ്റ് എന്താന്ന്. കുഴപ്പമില്ല, ഇതെല്ലാം കൂടി മിക്സ് ആണെന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പം ഞാൻ അതൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. നാളെ പാല് നാളെ കൊത്തിടായിരുന്നു. നാളെ കൊത്തി ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. പിന്നെ അത് ഉണ്ടായി മേടിച്ച് വരണം തന്നെ. ചിലപ്പോൾ ഇപ്പോൾ റമദാനായ കാരണം കൊണ്ടേ ആൾക്കാർ കുറവാണ്. അപ്പം അതിൻ്റെതായ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഞാനിതൊന്ന് വറക്കും, അതിനൊരു 2 മിനിറ്റ് എടുക്കും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് അടുത്തേക്ക് പോവാം. അടുപ്പ് കത്തിച്ചു. ഉള്ളി നമ്മൾ ഒരു 4 സവാള വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, 4 കയറ്റി. എന്നിട്ട് നമ്മൾ ഇപ്പോഴും തേങ്ങ ഐസ് വിട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ വയ്ക്കാം. സെയിം ആണ്. ഒരുപാട് എണ്ണ വയ്ക്കണ്ട, ഒത്തിരി വയ്ക്കുന്നുള്ളൂ ഉള്ളി വാടാനുള്ളത്. മെയിൻ ടൈം നമ്മൾ ഇത് കരിക്കരുത്, ഇളക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ സവാള ഒന്ന് വാടും. ഞാൻ സവാളയ്ക്ക് വേറെ കയ്യിലെടുക്കാം. പിടിച്ചില്ലേ പൊള്ളും. അതൊന്ന് ഒരു വട്ടം ഇളക്കി കൊടുത്ത് അവിടെ വിടും ഞാൻ. അതിനെ പിന്നെ നിൽക്കൂല, അതിരുന്ന് വാടിക്കോളും. ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ടിടാം, അല്ലാതെ പെട്ടെന്ന് വെള്ളം പോലെ ആവുന്നത്. ഓക്കെ, ഇത് 4 തക്കാളി കഴിച്ചിട്ടുണ്ട്. 3 തക്കാളി, കുഞ്ഞു തക്കാളികളാണ്. അപ്പോൾ 3 തക്കാളി വെട്ടി വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ മുളകൊന്ന് വറുത്ത് വരുമ്പോൾ ആ ഗ്യാപ്പിൽ ഞാനത് ഇവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ടൊന്ന് ചതയ്ക്കും. ചതയ്ക്കുന്ന സാധനമേ. 2 കിലോ മീനില്ലേ, അല്ല 2 കിലോ ചിക്കനില്ലേ. ഇപ്പോൾ നമ്മൾ മസാല തക്കാളി കിട്ടുന്ന കുഴഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലോട്ട് ചിക്കൻ ഇടണം കേട്ടോ. ഈ അടുത്ത ഭക്ഷണം അടുത്തത്. ചിരിക്കേ, അവര് ചിരിക്കുന്നത്.
കാലത്ത് ഏറ്റു പോകാൻ നേരത്തെ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ കുടിക്കും എടുത്ത് പോയി എന്തായിരിക്കുന്നത് മാറ്റിക്കിട്ടെ നിക്ക് എടുക്കണങ്ങ നമ്മൾ ഉപ്പിട്ടില്ല ഉപ്പിട്ടതും കൂടി കാണിച്ചു വിടാം. തൽക്കാലത്ത് ഇത്ര ഉപ്പാണ് കല്ലുപ്പാണ് ഇടുന്നത് ആസ് യൂഷ്വൽ നമ്മുടെ കല്ലുപ്പ്. നാളികേരത്തേക്ക് ഒരിട്ട് വെച്ചിട്ടുണ്ട്. അത് അടിച്ച് പാല് പിഴിഞ്ഞ് നമ്മൾ ഇതിലോട്ട് ഒഴിക്കും. So rest we will be showing after some time. Okay. പാല് ഒന്ന് ചിക്കൻ ഇറങ്ങി ഒന്ന് വാടി നാളികേര പാല് നമ്മൾ പിഴിഞ്ഞ് ഒഴിക്കണം കേട്ടോ. അടിയും കൊണ്ട് നരിപ്പിണ്ട് എല്ലാം അടിയും കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടല്ല. അടിയും കൊണ്ടിരുന്നൊരു സുഖം. അതല്ല സ്വർണ്ണം ഇവിടെ റിയാൽ കൊടുത്താൽ മതി. ഞാനിത്തിരി ചാറ് കൂടുതൽ വേണ്ട കാരണം കൊണ്ട് ഒരു വട്ടം കൂടി പിഴി. ഈ രണ്ടാമത് പിഴിയുന്നത് ഭാര്യ കണ്ട ചീത്ത പറയും. എന്നാലും വേണ്ടില്ല. തുണി ഉണ്ടായിരുന്നല്ലോ കഴുകി പിടിക്കുന്നത്. ഇവിടെ പോയി തീർച്ചയായിട്ടും പറയും. തീർച്ചയായിട്ടും ഞാൻ ഒരു കോമൺ എന്താ പറയാ ഒരു ലാലേട്ടന്റെ കട്ടയാണ്, കട്ട ആരാധകനാണ്. അതിലൊരു ഡൗട്ടില്ല. I walk like Lal, I talk like Lal, even I have a shoulder strain like Lal. ഒരുപാട് വരുന്നുണ്ട് എമ്പുരാനെ. അപ്പൊ നമ്മള് കൊടുക്കേണ്ട റിവ്യൂ കണ്ടിട്ട് ഒരാൾക്ക് ആ സിനിമ എങ്ങനെ കാണാൻ പറ്റും എന്നതിനെ കുറിച്ച് നമുക്ക് നമ്മുടെ ചാനലിൽ കൂടി നല്ലൊരു റിവ്യൂ. ഇനി നമ്മളിതിന്റെ മുകളിൽ കൂടെ നമ്മൾ കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട്. ഈ കുരുമുളക് ഇങ്ങനെ പൊടിച്ചതാണ് മനസ്സിലാ. കുറച്ച് കുരുമുളക് ഒരു സ്പൈസി ഇതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇറച്ചി മസാലപ്പൊടി, മറ്റേ കൂട്ടു മസാല പൊടിച്ചിട്ടില്ലേ, മറ്റേ അറിയാൻ പറ്റതൊക്കെ കഴിഞ്ഞു പോരാ. അതുകൊണ്ടാണ് ഞാൻ നല്ല ലുലുന്ന് ഗരം മസാല പൊടിച്ചത്. പക്ഷെ അതും കണ്ടിട്ട് എനിക്ക് മല്ലിപ്പൊടി പോലെ തോന്നി. ഇതിട്ടു. ഇനി ഇത് കഴിഞ്ഞു. ഇനി ഇത് ഒന്ന് തിളച്ച് വെന്ത് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് കുറുകിക്കോട്ടെ. ഒരു കുറുകിയ ഒരു ഫീൽ കിട്ടും. കഴിയുമ്പോൾ പണി കഴിഞ്ഞു. അപ്പോൾ ചിക്കൻ കറി എന്ന് പറയുന്നത് ഇത്ര വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ തുടങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ ചിക്കൻ കറി റെഡിയാണ്. അത് വെവ്വേറെ 10 മിനിറ്റ് അരി എടുക്കും. അവിടെ 10 അടി പിടിക്കണമെന്ന് മാത്രം നോക്കിയാൽ മതി നമ്മള്. അപ്പോൾ ഹോപ്പ് ഇത് വെച്ചിട്ട് നിങ്ങൾക്കൊരു സൂപ്പം താണശ്ശേരി സ്റ്റൈല്, ഇരിഞ്ഞാലക്കുട സ്റ്റൈല് ചിക്കൻ കറി വയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വെച്ചിട്ട് അഭിപ്രായം പറയണം. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞങ്ങള് ഇന്ന് എമ്പുരാൻ കാണാൻ പോണതിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ കൊണ്ട് നൈറ്റിലായി മാക്സിലാ പോകുന്നത്. അപ്പൊ നമ്മളിന്ന് എമ്പുരാൻ കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂ എന്താണ് ഈ സിനിമ. എന്റെ അഭിപ്രായം ആരാധകരല്ല, എന്റെ അഭിപ്രായത്തിൽ ഉള്ളിൽ ആരാധകരുടെ ആരാധകരുണ്ട്. പക്ഷെ എങ്കിലും കൂടി നമ്മൾ എല്ലാവരും പല പല ന്യൂസ് വരുന്നുണ്ട്, പണം കൊള്ളില്ല, നമുക്ക് ഫാൻസും ഇല്ല, ഒന്നുമില്ല. പക്ഷെ എന്തായാലും നമ്മളിന്ന് നല്ലൊരു റിവ്യൂ പടം കണ്ടത് എന്റെ അഭിപ്രായം, പേഴ്സണൽ ആയിട്ടുള്ള എന്റെ അഭിപ്രായം ഞാൻ പറയും. ഓക്കെ, നമ്മളപ്പോ അതിന്റെ റിവ്യൂ
അടുത്ത വീഡിയോ അല്ല 2 വീഡിയോ കഴിഞ്ഞിട്ട് ആ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇന്ന് രാത്രി നമ്മൾ ഇനി കാണൂല, അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് കാണുള്ളൂ. അപ്പൊ അടുത്ത റിവ്യൂ എമ്പുരാന്റെ നാളെ ഷട്ടിൽ കളിയുണ്ട്. പക്ഷെ നമ്മളെ വീഡിയോ വന്നോണ്ടിരിക്കും. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.